ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. ലോകം ഇന്ത്യയ്ക്കുമേൽ അർപ്പിച്ച വിശ്വാസം കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ ശക്തിപ്പെട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫിക്കി വാർഷിക സമ്മേളനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ആഗോള കാലാവസ്ഥാ സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വെർച്വലായി അഭിസംബോധന ചെയ്യും. രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണത്തിന് മാർഗരേഖയായി. വാക്സിൻ സ്വീകരിച്ചവർക്ക് അരമണിക്കൂർ നിരീക്ഷണം. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിലേക്കുള്ള പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിക്കും. 4 ജില്ലകളിൽ വോട്ടെടുപ്പ് തിങ്കളാഴ്ച. ISLൽ ഒഡീഷ ഗോവ പോരാട്ടം ഇന്ന്. വാർത്തകൾ വിശദമായി. ലോകം ഇന്ത്യയ്ക്കുമേൽ അർപ്പിച്ച വിശ്വാസം കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ വീണ്ടും ശക്തിപ്പെട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫിക്കിയുടെ 93ാമത് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖലയിലെ എല്ലാ മതിലുകളും തടസ്സങ്ങളും സർക്കാർ ഇപ്പോൾ നീക്കം ചെയ്യുകയാണ്. പരിഷ്കാരങ്ങൾക്ക് ശേഷം കർഷകർക്ക് പുതിയ വിപണികളും സാങ്കേതിക വിദ്യയുടെ കൂടുതൽ ആനുകൂല്യങ്ങളും ലഭിക്കും. കോൾഡ് സ്റ്റോറേജ് സൌകര്യം നവീകരിക്കും. ഇത് കാർഷിക മേഖലയിൽ കൂടുതൽ നിക്ഷേപത്തിന് കാരണമാകും. एग्रीकल्चर सेक्टर और उससे जुड़े अन्य क्षेत्रों, चाहे वो एग्रीकल्चर इंफ्रास्ट्रक्चर हो, फूड प्रोसेसिंग हो, स्टोरेज हो, कोल्ड चेन हो, इनके बीच पहले हमने ही ऐसी दीवारें देखी. अब ये सभी दीवारें हटाई जा रही हैं, सभी अड़चनें हटाई जा रही हैं. इन दीवारों के हटने के बाद, इन रिफॉर्म्स के बाद किसानों को नए बाजार मिलेंगे, नए विकल्प मिलेंगे, उन्हें टेक्नोलॉजी का ज्यादा लाभ मिलेगा. देश का कोल्ड स्टोरेज इंफ्रास्ट्रक्चर आधुनिक होगा. इन सब से कृषि क्षेत्र में ज्यादा निवेश हो और इन सबका सबसे ज्यादा फायदा अगर किसी को होने वाला है तो मेरे देश के किसान को होने वाला है. जो छोटे छोटे जमीन के टुकड़ों पर जिंदगी पालता है उस किसान का भला होने वाला है. ഇതിലൂടെ കർഷകർക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വിശദാംശങ്ങളുമായി വിജേഷ്. ഫിക്കിയുടെ 93ാമത് വാർഷിക പൊതുയോഗത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവെയാണ് കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധിയിലും രാജ്യം നേടുന്ന വളർച്ചയെക്കുറിച്ച് പ്രധാനമന്ത്രി വിശദീകരിച്ചത്. പ്രതിസന്ധി ഘട്ടത്തിൽ രാഷ്ട്രം പഠിച്ച കാര്യങ്ങൾ ഭാവിയിലേക്കുള്ള തീരുമാനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 2020 മത്സരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അതിവേഗം മാറും. എന്നാൽ 2020 എല്ലാവരെയും അമ്പരപ്പിച്ചു. രാജ്യവും ലോകമെമ്പാടും വളരെയധികം ഉയർച്ച താഴ്ചകൾ കണ്ടു. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പകർച്ചവ്യാധി തുടങ്ങിയപ്പോൾ നാം അജ്ഞാത ശത്രുവിനെതിരെ പോരാടുകയായിരുന്നു. രോഗികളുടെ ജീവൻ രക്ഷിക്കുന്നതിനാണ് മുൻഗണന നൽകിയത്. ഉൽപാദനം, സമ്പദ് വ്യവസ്ഥയുടെ പുനരുജ്ജീവനം എന്നിങ്ങനെ നിരവധി അനിശ്ചിതത്വങ്ങൾ മുന്നിലുണ്ടായിരുന്നു. ആ വെല്ലുവിളികളെ നേരിടാൻ രാജ്യത്തിന് കഴിഞ്ഞു. ഡിസംബറോടെ സ്ഥിതി മാറി. ഇപ്പോൾ നമുക്ക് ഉത്തരങ്ങളും മാർഗരേഖയുമുണ്ട്. ഇന്നത്തെ സാമ്പത്തിക സൂചകങ്ങൾ പ്രോത്സാഹജനകമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മുൻകാല നയങ്ങൾ പല മേഖലയിലും കഴിവില്ലായ്മ വളർത്തുകയും പുതിയ പരീക്ഷണങ്ങൾ നിലയ്ക്കുകയും ചെയ്തു. ഇപ്പോൾ എല്ലാ മേഖലയിലും കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ആത്മനിർഭർ അഭിയാന് കഴിഞ്ഞു. ഇന്ത്യയ്ക്ക് ദീർഘകാല നേട്ടമുള്ള മേഖലകളിൽ സാങ്കേതികാധിഷ്ഠിത വ്യവസായങ്ങളെ ഊർജ്ജസ്വലമാക്കുന്നതിനാണ് ഊന്നൽ നൽകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഫിക്കിയുടെ വാർഷിക എക്സ്പോയും വെർച്വൽ സമ്മേളനത്തിലൂടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രചോദിതമായ ഇന്ത്യ എന്നതാണ് യോഗത്തിന്റെ പ്രമേയം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പാരീസ് കരാറിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് നടക്കുന്ന വെർച്വൽ ആഗോള ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ബ്രിട്ടനാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള ആഗോള പോരാട്ടത്തിലെ സുപ്രധാന വഴിത്തിരിവാണ് 2015 ഡിസംബർ 12 ഒപ്പുവയ്ക്കപ്പെട്ട പാരീസ് കരാർ. 2016 നവംബർ 4 കരാർ നിലവിൽ വന്നത്. പാരീസ് കരാറിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ചുരുക്കം രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. കാലാവസ്ഥാ സുതാര്യതാ റിപ്പോർട്ട് 2020 പ്രകാരം കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനുള്ള പ്രതിബദ്ധതകൾ പാലിക്കുന്ന ഒരേയൊരു G20 രാജ്യമാണ് ഇന്ത്യ. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 30,005 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. നിലവിൽ 3,59,819 പേർ വിവിധ സംസ്ഥാനങ്ങളിലായി ചികിത്സയിലാണ്. 93,24,328 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടി. രോഗമുക്തി നിരക്ക് 94.89%. രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണത്തിന് മാർഗരേഖയായി. പ്രതിദിനം ഒരു കേന്ദ്രത്തിൽ 100 പേർക്ക് വാക്സിൻ നൽകും. വാക്സിൻ സ്വീകരിച്ചവരെ ചുരുങ്ങിയത് അരമണിക്കൂർ നിരീക്ഷിക്കണം. പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നതായി കണ്ടാൽ ആശുപത്രിയിലേക്ക് മാറ്റണം. ആശുപത്രികൾക്ക് പുറമെ ഹാളുകളും വാക്സിൻ കേന്ദ്രങ്ങളാക്കും. ഇതു സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് മാർഗരേഖ നൽകി. ലോകത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 7,14,00,000 പിന്നിട്ടു. 16 ലക്ഷത്തിലേറെ പേരാണ് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. 5 കോടിയോളം പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടി. ഫൈസർ ബയോഎൻടെക് വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് അമേരിക്കയിലും അനുമതി.
US ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷനാണ് ഫൈസർ വാക്സിന് അനുമതി നൽകിയത്. അടുത്ത 24 മണിക്കൂറിനകം ആദ്യ ഡോസ് നൽകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അമേരിക്കയിൽ കോവിഡ് ബാധ ഏതാനും ആഴ്ചകൾക്കിടയിൽ കുത്തനെ വർദ്ധിച്ചതിനിടയിലാണ് വാക്സിന് അനുമതി നൽകിയിരിക്കുന്നത്. ഫൈസർ വാക്സിൻ അംഗീകരിക്കുന്ന 5ാമത്തെ രാജ്യമാണ് US. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് ഇന്ന് സമാപനം. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ തിങ്കളാഴ്ചയാണ് വോട്ടെടുപ്പ്. ആദ്യ 2 ഘട്ടങ്ങളിൽ 10 ജില്ലകളിലെ വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ ആകെ പോളിംഗ് 74.95%. വ്യാഴാഴ്ച 5 ജില്ലകളിൽ നടന്ന 2ാം ഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് 76.78%. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ കണക്കുകൾ വ്യക്തമാക്കുന്നു. രാജ്യത്ത് GST സമർപ്പിക്കുന്നതിൽ കൃത്രിമം നടത്തിയതിനെ തുടർന്ന് 1 ലക്ഷത്തിലേറെ കമ്പനികളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കി. 1,63,000-ലേറെ കമ്പനികളുടെ രജിസ്ട്രേഷനുകളാണ് റദ്ദാക്കിയത്. ഇതിൽ 6 മാസമായി റിട്ടേൺ സമർപ്പിക്കാത്തവരും ഉൾപ്പെടുന്നു. ദേശവ്യാപകമായി GST ഇന്റലിജൻസ് ഡയറക്ടറേറ്റും കേന്ദ്ര GST കമ്മീഷണറേറ്റുകളും ആണ് പരിശോധന നടത്തിയത്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 132 പേരെ അറസ്റ്റ് ചെയ്തു. ഇന്ത്യൻ തുറമുഖ ബിൽ 2020ന്റെ കരട് പൊതുജനാഭിപ്രായം തേടുന്നതിനായി കേന്ദ്ര തുറമുഖ ജലഗതാഗത മന്ത്രാലയം പ്രസിദ്ധീകരിച്ചു. ഇന്ത്യൻ തുറമുഖ മേഖലയുടെ സുസ്ഥിര വികസനത്തിന് അനുഗുണമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയെന്ന വിശാലമായ ലക്ഷ്യത്തോടെയാണ് ബിൽ കൊണ്ടുവരുന്നത്. മഞ്ഞുവീഴ്ചയെ തുടർന്ന് ജമ്മു ശ്രീനഗർ ദേശീയപാത അടച്ചു. ജവഹർ തുരങ്കത്തിൽ മഞ്ഞടിഞ്ഞതോടെയാണ് ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം നിർത്തിവച്ചത്. ഏതാനും ദിവസങ്ങളായി പ്രദേശത്ത് കനത്ത മഞ്ഞുവീഴ്ചയായിരുന്നു. ജമ്മു കാശ്മീർ ട്രാഫിക് പോലീസാണ് ഇക്കാര്യം അറിയിച്ചത്. അജ്ഞാത രോഗം നിയന്ത്രണ വിധേയമാക്കാൻ സംസ്ഥാന സർക്കാരും ജില്ലാ അധികൃതരും സമയബന്ധിതമായ നടപടികൾ ആരംഭിച്ചതോടെ ആന്ധ്രയിലെ ഏലൂരുവിൽ സ്ഥിതിഗതി സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു. അജ്ഞാത രോഗം ബാധിച്ച 611 പേരെ ഇതുവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ 569 പേരെ ചികിത്സയ്ക്ക് ശേഷം ഡിസ്ചാർജ് ചെയ്തു. ഏലൂരുവിലെ ആശുപത്രികളിൽ 7 പേർ ചികിത്സയിലാണ്. 34 പേരെ വിജയവാഡയിലേക്കും ഗുണ്ടൂരിലേക്കും മാറ്റിയിരുന്നു. രോഗത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് ആന്ധ്ര മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡിക്ക് സമർപ്പിച്ചു. തക്കാളിയിൽ കീടനാശിനികളുടെയും അരിയിൽ മെർക്കുറിയുടെയും അംശം കാണപ്പെട്ടെന്ന് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. കായിക സമൂഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിരമിച്ച കായിക താരങ്ങളെ പിന്തുണയ്ക്കുന്നതിനുമായി സർക്കാർ നയങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നും നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെന്നും കേന്ദ്ര കായിക മന്ത്രി കിരൺ റിജിജു. രാജ്യത്തുടനീളം 1000 ഖേലോ ഇന്ത്യ ചെറുകിട കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് ഫിക്കി സംഘടിപ്പിച്ച ടർഫ് 2020 10ാമത് ആഗോള കായിക ഉച്ചകോടിയിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു. ഛത്തീസ്ഗഡ് പോലീസും കീഴടങ്ങിയ ഒരു കൂട്ടം മാവോയിസ്റ്റുകളും സംയുക്തമായി ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ ഗോത്രഭാഷയായ ഗോണ്ടിയിലേക്ക് വിവർത്തനം ചെയ്തു. മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് ഇതെന്ന് ദന്തേവാഡ ജില്ലാ പോലീസ് സൂപ്രണ്ട് അഭിഷേക് പല്ലവ പറഞ്ഞു. മാവോയിസ്റ്റ് ബാധിത ജില്ലയിൽ ഇതാദ്യമായി മനുഷ്യാവകാശ ദിനം ആചരിച്ചിരുന്നു. അസമിലെ ബോഡോലാൻഡ് ടെറിട്ടോറിയൽ കൌൺസിലിലെ വോട്ടെണ്ണൽ ശക്തമായ സുരക്ഷാ സന്നാഹത്തിൽ നടക്കുന്നു. ഒടുവിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ UPPL 18 സീറ്റിലും BPF 12 സീറ്റിലും ലീഡ് ചെയ്യുന്നു. BJP 3 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. ബോഡോലാൻഡ് ടെറിട്ടോറിയൽ കൌൺസിലിൽ ആകെ 40 സീറ്റുകളാണുള്ളത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ വർധന. ഗ്രാമിന് 10 രൂപയും പവന് 80 രൂപയുമാണ് ഇന്ന് വർദ്ധിച്ചത്. ഇതോടെ ഗ്രാമിന് 4600 രൂപയും പവന് 36,800 രൂപയുമായി. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ ഗോവയെ നേരിടും. രാത്രി 7:30 ബാംബോലിം GMC സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന ATK മോഹൻ ബഗാൻ ഹൈദരാബാദ് മത്സരം സമനിലയിൽ പിരിഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകം ഇന്ത്യയ്ക്കുമേൽ അർപ്പിച്ച വിശ്വാസം കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ ശക്തിപ്പെട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫിക്കി വാർഷിക സമ്മേളനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ആഗോള കാലാവസ്ഥാ സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വെർച്വലായി അഭിസംബോധന ചെയ്യും. രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണത്തിന് മാർഗരേഖയായി. വാക്സിൻ സ്വീകരിച്ചവർക്ക് അരമണിക്കൂർ നിരീക്ഷണം. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിലേക്കുള്ള പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിക്കും. 4 ജില്ലകളിൽ വോട്ടെടുപ്പ് തിങ്കളാഴ്ച. ISLൽ ഒഡീഷ ഗോവ പോരാട്ടം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.